എല്ലാവരുടെയും ചിന്ത സർവീസ് കോസ്റ്റ് ഒത്തിരി ഉണ്ടാവുമെന്നാണ്. പക്ഷെ മോസ്റ്റ് പ്രോബബ്ലി എല്ലാ വണ്ടിക്കും, അതായത് എല്ലാ ഇന്റർസെപ്റ്ററിനും നല്ല ബബിളിംഗ് ഉണ്ട്. നമ്മൾ കൈ രണ്ടും വിട്ട് കഴിഞ്ഞാൽ വണ്ടി നല്ലതായിട്ട് വെട്ടിപ്പോവും. പക്ഷെ ഞാൻ ചെയ്യുന്നത് വീട്ടിൽ വേണമെങ്കിലും ഒരു ബൈക്കിന് 3 ലക്ഷം ഒരു കാർ എടുക്കാൻ, ഈ ഒരു കാർ എടുക്കുക. അടി തട്ടിയിട്ടുണ്ട്, ബെൻഡ് വൈപ്പ് രണ്ടും താഴെ ചളങ്ങിയിട്ടുണ്ട് ചെറിയ രീതിയിൽ. അതൊരു ഹമ്പിൽ ഞാൻ ഇച്ചിരി സ്പീഡ് ചാടിയപ്പോൾ പറ്റിയത്. ബ്രേക്കിങ് അടിപൊളിയാണ്, ഫ്രണ്ട് ബ്രേക്ക് ഒരു രക്ഷയില്ലാത്ത ബ്രേക്കാണ്. പക്ഷെ ബാക്ക് അത്രയ്ക്ക് അടിപൊളിയല്ല. എന്തെങ്കിലും ക്രാഷ് ഒക്കെ ഉണ്ടായ ഇത് സ്കാൻ ചെയ്ത് നമ്മുടെ മെഡിക്കൽ ഐഡിയും പേരൻസിന്റെ നമ്പറും ഒക്കെ കിട്ടും. ആ ഒരു രീതിയിൽ ഓടിക്കാവും. നമുക്ക് ചുമ്മാ ഇങ്ങനെ ഫ്ലിക്ക് ചെയ്ത് ഇച്ചിരി സ്പീഡിലും അതൊന്നും അല്ലല്ലോ ഞാൻ വീഡിയോയിൽ കണ്ടത്. അത് ഹാൻഡിൽ റൈസർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇച്ചിരി ഒന്ന് ബെൻഡ് ചെയ്യണം. ഈ വാൽപ്പാറയിലൊക്കെ പോയപ്പോൾ അത്രയ്ക്ക് മൈലേജ് ഉണ്ടായിരുന്നു. നല്ല റോഡിൽ ഫുൾ ടാങ്ക് അടിച്ച് പോയി. പുതിയതായിട്ട് എടുക്കാൻ പോകുന്നവരുടെ അടുത്ത് പറയാനുള്ളതാണെങ്കിൽ, ഹലോ ഫ്രണ്ട്സ്, വാക്ക് വിത്ത് നഫിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് റോയൽ എൻഫീൽഡിൻ്റെ ഇൻ്റർസെപ്റ്റർ 650 ആണ്. നമ്മുടെ ട്വിൻ സിലിണ്ടർ ഇൻ്റർസെപ്റ്റർ 650 ആണ് നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. 650 cc ഉള്ള ഒരു അഡാർ ഐറ്റമാണ് നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൻ്റെ ഒരു വാഹനത്തിൻ്റെ റിവ്യൂ ആയിട്ട് നിങ്ങൾ കൂട്ടണ്ട. ഇത് നമ്മുടെ സ്ഥിരം നമ്മൾ ചെയ്യാറുള്ളത് പോലത്തെ യൂസർ എക്സ്പീരിയൻസ് വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. നമ്മുടെ ഫ്രണ്ടിൻ്റെ തന്നെയാണ് വാഹനം. അവൻ വണ്ടി എടുത്തപ്പോൾ തന്നെ ഞാൻ ചോദിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കുറച്ച് നാൾ ഉപയോഗിച്ചിട്ടൊരു ഫീഡ്ബാക്ക് തരണം, ഒരു യൂസർ എക്സ്പീരിയൻസ് തരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്, ഏകദേശം 5000 കിലോമീറ്റർ ആയിട്ടുണ്ട് ഈ വണ്ടി. അപ്പം അതിൻ്റെ ഫീഡ്ബാക്കുകൾ എല്ലാം ഓരോന്നും നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പം നമുക്ക് അവനെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. അഭിഷേകിൻ്റെ ആണ് വണ്ടി. നമ്മൾ അഭിഷേകിനോട് ചോദിച്ച് വണ്ടിയുടെ റിവ്യൂ എല്ലാം നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അഭിഷേകേ, ഹായ്. വണ്ടി എടുത്തിട്ട് ഇപ്പം എത്ര മാസമായിട്ടുണ്ട്? ഇപ്പോൾ ഒരു ഡിസംബറിലാണ് വണ്ടി എടുത്തത്. ഡിസംബറിലാണ് എടുത്തത്. 6-7 മാസത്തോളം ആയിട്ടുണ്ട്. 7 മാസത്തോളം ആയിട്ടുണ്ടല്ലേ? 7 മാസമായി. കറക്റ്റ് ഇപ്പോൾ ഒരു 4924 കിലോമീറ്റർ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം 5000 കിലോമീറ്റർ. 5000 കിലോമീറ്ററിന്റെ സർവീസ് ഇപ്പം അടുത്ത ദിവസത്തേക്ക് ഒന്ന് ബുക്ക് ചെയ്യാം. സർവീസ് ആയിട്ടുണ്ട്. അത് സെക്കൻഡ് സർവീസ് അല്ലേ? സെക്കൻഡ് സർവീസ്. 5000 സർവീസ് കഴിഞ്ഞു. അത് 1000-ലായിരുന്നു. അത് എടുത്ത 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ സർവീസ് ആയി. അന്നേരം തന്നെ ചെയ്തു. ഒരു 3000-നുള്ളിൽ തന്നെ നിന്ന് സർവീസ് അത്ര ആയിട്ടുള്ളായിരുന്നു. 3000 റുപ്പീസിനുള്ളിൽ നിന്ന് അതിനുള്ളിൽ തന്നെ നിന്ന്. ഓക്കെ, അപ്പോൾ ഈ ട്വിൻ സിലിണ്ടർ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരുടെയും ചിന്ത സർവീസ് കോസ്റ്റ് ഒക്കെ ഭയങ്കരമായിരിക്കും. എല്ലാവരുടെയും ചിന്ത സർവീസ് കോസ്റ്റ് ഒത്തിരി ഉണ്ടാവുമെന്നാണ്. പക്ഷെ കമ്പാരിറ്റീവ്ലി മറ്റ് 650 cc വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കുറച്ച് സർവീസ് കോസ്റ്റ് ഉള്ള വണ്ടി ഇതാണ്. പിന്നെ ആ 650 വെച്ച് കമ്പയർ ചെയ്യുന്നത് നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും പെർഫോമൻസിൽ ഞാൻ നേരത്തെ 500 cc നമ്മുടെ ക്ലാസിക് 500 ആയിരുന്നു. സ്റ്റെൽത്ത് ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടൊരു മോഡലായിരുന്നു, ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ള അതായിരുന്നു. അത് 2018 ഞാൻ മാർച്ച് മാസം അപ്പൻ്റെ ബർത്ത്ഡേ ഡേറ്റിലാണ് ഞാനത് എടുക്കുന്നത്. ഓക്കെ, അതെടുത്ത് 2019 ആയപ്പം ഇന്റർസെപ്റ്ററും GT ലോഞ്ചായി. അപ്പോൾ ഞാൻ അന്ന് തന്നെ ലോഞ്ച് സമയത്ത് ഞാൻ ഷോറൂമിൽ പോയിട്ടുണ്ടായിരുന്നു. വണ്ടി കണ്ടു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായി. പക്ഷെ ആ സമയത്ത് സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് അന്ന് നമുക്ക് എടുക്കാൻ പറ്റും. അന്ന് 3 ലക്ഷം രൂപയുടെ വണ്ടി എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര, ആ സമയത്തൊക്കെ 3 ലക്ഷം എന്ന് പറയുമ്പോൾ ഒരു ബൈക്കിന് 3 ലക്ഷം നോർമലി ആരും വീട്ടിൽ വേണമെങ്കിലും ഒരു ബൈക്കിന് 3 ലക്ഷം ഒരു കാർ എടുക്കാൻ, നീ ഒരു കാർ എടുക്കുക. അന്നേരം വീട്ടിൽ കാറുണ്ട്. അപ്പോഴും എന്തിനാ നിനക്ക് വേറൊരു ബൈക്ക്, നീ ഇപ്പൊ ഇതുണ്ടല്ലോ. ഇതിന് തന്നെ അന്ന് ക്ലാസിക് 500 2 ലക്ഷത്തി സംതിങ് എന്തോ ആയിരുന്നു എടുത്ത സമയത്ത്. അത് പിന്നെ സ്റ്റോപ്പ് ചെയ്തു, ഡിസ്കണ്ടിന്യൂ ചെയ്തു. അതിന് കുറെ സർവീസ് മെയിൻ്റെനൻസ് ഭയങ്കരമായിട്ട്. അതിന്റെ എക്സ്പീരിയൻസ് വേസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഇടുക്കിയിലാണ് പഠിക്കുന്നത്. അപ്പം ഞാൻ പോകുന്ന സമയത്ത് പോയിട്ട് വരുന്നത് ഒരു മാസത്തിന് ഗ്യാപ്പിലായിരിക്കും. വന്നു കഴിഞ്ഞാൽ നേരെ സർവീസിൽ പോകാനുള്ള ഒരു ടൈം മാത്രമേ എനിക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ വീട്ടുകാരും പണിത് കുറേ കഴിഞ്ഞപ്പോൾ മടുത്തപ്പോഴും അവർ ഓക്കെ പറഞ്ഞു എന്നാൽ വേറെ എടുക്കാമെന്ന്. അതിൻ്റെ ഇടയിലുള്ള പീരീഡിൽ ഞാൻ ഒരുപാട് നാളായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു. അതിന് വേണ്ടിയിട്ട് കുറേ സ്റ്റഡി ചെയ്തു. വണ്ടി എടുക്കുന്നതിനെ പറ്റി വീട്ടിൽ പറഞ്ഞ് ഇങ്ങനെ കൺവിൻസ് ചെയ്ത് നമുക്കൊരു സ്ട്രാറ്റജി സെറ്റ് ചെയ്തു. വണ്ടി എടുക്കാൻ വേണ്ടി വീട്ടിൽ ഹാർഡ് വർക്ക്, എല്ലാ രീതിയിലും വണ്ടി ഓടിക്കാനാണെങ്കിലും നമ്മൾ ആ ഒരു 500 cc
650 വരുമ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ച് വണ്ടി ഓടിക്കുന്നതിൻ്റെ ഒരു റൈഡിങ് പാറ്റേൺ ഒക്കെ ഒന്ന് പഠിച്ച് സെറ്റ് ആവേണ്ടതുണ്ടല്ലോ. അപ്പം ക്ലാസിക് ഓടിക്കുന്ന പോലെ ഇത് ഓടിക്കാൻ പറ്റില്ല, ഇത് ഓടിക്കുന്നതിൽ അത് ഓടിക്കാൻ പറ്റില്ല. ഇത് ഇച്ചിരൂടെ പ്രീമിയം വണ്ടിയാണ്. ഒരു സിലിണ്ടർ കൂടെ തന്നെയാണ് എക്സ്ട്രാ വന്നിരിക്കുന്നത്. 6 സ്പീഡ് ഗിയർ ബോക്സ്, സിലിണ്ടർ സ്ലിപ്പർ ക്ലച്ച് ഒക്കെ ഉണ്ടല്ലേ. അപ്പൊ പിന്നെ നമുക്കും വണ്ടി ഓടിക്കുമ്പം ഇത് ഇച്ചിരി വില കൂടിയ വണ്ടിയാണ്, അപ്പം ആ ഒരു രീതിയിൽ ഓടിക്കാവൂ. നമുക്ക് ചുമ്മാ ഇങ്ങനെ ഫ്ലിക്ക് ചെയ്ത് ഇച്ചിരി സ്പീഡിലും അതൊന്നും അല്ലല്ലോ ഞാൻ വീഡിയോയിൽ കണ്ടത്. പുള്ളിക്ക് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, അപ്പോൾ അതിനകത്ത് കുറേ ഓഫ് റോഡിങ് വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടു. അപ്പോൾ അപ്പോഴാണ് ഞാൻ വിചാരിക്കുന്നത് ഈ ഇന്റർസെപ്റ്ററിലൊക്കെ ഇതൊക്കെ പോകുന്നുണ്ടെങ്കിൽ അപ്പം അത്ര ഒരു കോൺഫിഡൻസ് ഉണ്ടാകുമല്ലോ. അപ്പോൾ അതിനെപ്പറ്റിയൂടെ ചോദിക്കണമെന്ന് എനിക്കുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പുറകെ ചോദിക്കാം. കാരണം ഇതിന് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണെന്നുള്ളൊരു ഇത്. അപ്പം ഇതൊക്കെ വെച്ച് നമ്മുടെ ഉറുമ്പിക്കരയും മലക്കപ്പാറ അവിടെ എവിടെയൊക്കെ പോയിട്ടുണ്ട്. അതിന്റെ വീഡിയോസ് ഒക്കെ കണ്ടു പോയി. അതൊരു 3 അഡ്വഞ്ചർ വണ്ടി, അതായത് ഡ്യൂക്ക് 390 അഡ്വഞ്ചർ വണ്ടിയും ഇപ്പൊ സുസുക്കി വി-സ്ട്രോം പുതിയ ഇറങ്ങിയ അതും, പിന്നെ എക്സ്പൾസ് 4 വീലും, പിന്നെ എന്റെ ഇന്റർസെപ്റ്ററിലാണ് പോയത്. 4 വണ്ടി ഉണ്ടായത്. അതിൽ ഒരു എന്താണ് ഓടുവൺ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഇന്റർസെപ്റ്റർ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നം തോന്നിയില്ല. വാൽപ്പാറയൊക്കെ ഹൈവേസ് ആയിരുന്നു കൂടുതലും, ഓഫ് റോഡൊന്നും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ഉറുമ്പിക്കര പോയപ്പം എനിക്ക് ആദ്യം ഞാൻ ഈ വണ്ടി എടുക്കുന്ന ടൈമിൽ വണ്ടി എടുത്ത ആ മാസം തന്നെ ആയിരുന്നു ഉറുമ്പിക്കരയിലേക്ക് ഒരു റൈഡ് ഉണ്ടായിരുന്നു. അത് കണ്ടക്ട് ചെയ്തത് നമ്മുടെ യാസിം ബ്രോ ആണ്. അപ്പൊ അങ്ങനെ യാസിം മുഹമ്മദ് ആ പുള്ളി വഴിയാണ് ആ കണ്ടക്ട് ചെയ്ത റൈഡിലോട്ട് ഞാൻ പോകുന്നത്. അപ്പം എന്റെ ഫസ്റ്റ് റൈഡ് എന്ന് പറയുന്നത് ഓഫ് റോഡിലോട്ടായിരുന്നു. കണ്ടിട്ടുണ്ടാവില്ല. അത് കിടിലൻ വ്ളോഗായിരുന്നു, അതൊരു കിടിലൻ റൈഡായിരുന്നു. ആ റൈഡിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു വണ്ടി എങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്യാം, വണ്ടി എങ്ങനെയൊക്കെ നമുക്ക് ഓക്കെ ആണോ, നമുക്ക് ഓടിക്കാൻ പറ്റുമോ. അപ്പം ഉറുമ്പിക്കരയെ പറ്റി അറിയാവുന്നവർക്ക് അറിയാം, അത് ഒട്ടും നല്ല വണ്ടി നമ്മുടെ കയ്യിൽ ഒതുങ്ങി നിന്നേലേ പറ്റുള്ളൂ. വണ്ടി ഏകദേശം ഇത്രയും വെയിറ്റ്, എത്ര 250 പ്ലസ് എബോ വെയിറ്റ് ഉള്ള ഒരു വണ്ടി എങ്ങനെ അവിടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റി? എനിക്ക് ഇച്ചിരി വെയിറ്റ് ഉള്ളത് കൊണ്ടും ഹൈറ്റ് ഞാനിപ്പം എനിക്ക് 6 ഫീറ്റിൽ തൊട്ട് താഴെയാണ്. അപ്പം ആ ഒരു ഹൈറ്റ് ഉള്ളത് കൊണ്ട് എനിക്ക് ഓക്കെ ആയിരുന്നു. എന്റെ ഫ്ലാറ്റ് ഫുട്ടാണ് വണ്ടി ഇരുന്നത്. അപ്പം അത് പിന്നെ പില്യൺ ഇല്ലായിരുന്നു, നമ്മൾ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു, ലഗേജ് മാത്രമേ ഉള്ളായിരുന്നു. അപ്പം നമുക്ക് നമ്മുടെ ഒരു ഫ്രീഡം ഉണ്ടല്ലോ, വേറൊരാളുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പോകാൻ പറ്റൂല. പിന്നെ നമ്മുടെ സ്വന്തം വണ്ടി ആകുമ്പോൾ പുതിയ വണ്ടിയും കൂടെ ആയിട്ട് എനിക്ക് ആ ഒരു പേടിയുണ്ട്. ഞാൻ എണ്ണീറ്റൊക്കെ നിന്നെങ്കിലും ഹാൻഡിൽ റൈസർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇച്ചിരി ഒന്ന് ബെൻഡ് ചെയ്യണം. അപ്പം ഇനിയിപ്പോൾ ഉടനെ ഹാൻഡിൽ റൈസർ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്തായാലും ഓഫ് റോഡൊക്കെ പോവാണ് കൂടുതലും. അടി തട്ടിയിട്ടുണ്ട്, ബെൻഡ് വൈപ്പ് രണ്ടും താഴെ ചളങ്ങിയിട്ടുണ്ട് ചെറിയ രീതിയിൽ. അതൊരു ഹമ്പിൽ ഞാൻ ഇച്ചിരി സ്പീഡ് ചാടിയപ്പോൾ പറ്റിയത്. അതായത് പയ്യെ ആയിരുന്നെങ്കിൽ കുഴപ്പമില്ല. കാരണം ഒരു കല്ലിങ്ങനെ വരുന്ന പോർഷനിൽ സ്പീഡ് ഇങ്ങനെ പോയി വന്നപ്പോൾ ഒരു ഹമ്പ് ഉണ്ടായിരുന്നു. ബൈക്കുകൾ എക്സ്പ്രസ് ഒക്കെ അടിച്ചു വിട്ട് പോകുമ്പോൾ എനിക്ക് എന്തോ മനസ്സിലായി, അയ്യോ ഇങ്ങനെ പോകുന്നതെന്നൊക്കെ വിചാരിച്ച് ഞാൻ ഇച്ചിരി സ്പീഡ് കൂട്ടിയപ്പം ആ ഹമ്പി അടിപ്പം തട്ടി. താഴെ സംഗാർഡ് ഉണ്ട്, സംഗാർഡ് നല്ല ക്വാളിറ്റിയാണ്, റോയൽ എൻഫീൽഡിന്റെ തന്നെയാണ്. അത് നല്ല ക്വാളിറ്റി ആയതുകൊണ്ട് അതിനൊന്നും പറ്റിയില്ല. അതും ജസ്റ്റ് ഒരു സ്ക്രാച്ച് വീണതേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ബെൻഡ് വൈപ്പ് ഒന്ന് ചെറിയൊരു ഡോട്ട് വീണതേ ഉള്ളൂ, ചളക്കം, അത്രയേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ഉറുമ്പിക്കരയൊക്കെ നമുക്ക് പോകാൻ പറ്റും. പിന്നെ നമുക്ക് പോയവർ ഒരുപാട് പേരുണ്ട്, RC കൊണ്ട് പോയവരുണ്ട്, ഡ്യൂക്കിൽ പോയിട്ടുണ്ട്. അപ്പം ഇന്റർസെപ്റ്റർ പറ്റും. ഇപ്പം സർവീസ് കാര്യങ്ങൾ ഇപ്പം എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പം എവിടെ സർവീസിന് ഇപ്പം റോയൽ എൻഫീൽഡിന്റെ സർവീസ് ചിലർക്ക് മോശം അഭിപ്രായം, വളരെ മോശം അഭിപ്രായങ്ങൾ കേൾക്കാറുണ്ട്. ക്ലാസിക്കിനുണ്ടായിരുന്നപ്പം ഞാൻ തിരുവല്ല സെന്റ് മേരീസിൽ നിന്നാണ് വണ്ടി എടുത്തത്. എൻ്റെ ആദ്യത്തെ വണ്ടി, രണ്ടാമത്തെ വണ്ടി അവിടെ നിന്നാണ്. ഒരു 6 മാസം വെയിറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ വണ്ടി എടുക്കുന്നത്. ഞാൻ ആദ്യം കളർ ബുക്ക് ചെയ്തിരുന്ന ഒരു കാനിയോൺ റെഡ് എന്ന് പറഞ്ഞൊരു കളറായിരുന്നു. അത് പിന്നെ കോമൺ ആയിട്ട് ഒത്തിരി പേര് അതിന് ഒരു 10,000 രൂപ കുറവാണ്. അപ്പോൾ എല്ലാവരും ബേസ് മോഡലായതുകൊണ്ട് എല്ലാവരും അത് എടുക്കുന്നുണ്ട്. അപ്പോൾ റോഡിൽ കൂടുതലും ആ കളർ കാണുന്നുണ്ട്. ഈ കളർ കുറച്ചുകൂടെ യുണീക്ക് ആയതുകൊണ്ട്, പുതിയ കളർ ആയതുകൊണ്ടും, പിന്നെ മറ്റേ നമ്മുടെ ബേക്കർ എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ടൊരു വൈറ്റ് ആൻഡ് റെഡ് വരുന്നൊരു കളറുണ്ട്. അതിനോട് തന്നെ സാമ്യമായിട്ട് വൈറ്റിന് വരും ബ്ലാക്ക് ആകുന്നേ ഉള്ളൂ. ഈ കളർ ഇച്ചിരി ഒരു യുണീക്കാണ്. അപ്പം വീട്ടിലും ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഈ കളറിലേക്ക് വന്നത്. അപ്പോൾ ഈ കളറിലേക്ക് വന്നപ്പോൾ പിന്നെയും വെയിറ്റിംഗ് പീരീഡ് കൂടി. അപ്പോൾ പിന്നെ റോയൽ എൻഫീൽഡിൽ ഞാൻ മെസ്സേജ് ഒക്കെ അയച്ചായിരുന്നു ഡയറക്റ്റ്. അങ്ങനെ അവർ എനിക്ക് 1 വർഷം എക്സ്റ്റൻഡ് വാറണ്ടി ഒക്കെ തന്നു. വെയിറ്റിംഗ് പീരീഡ് കൂടി പോയത്. നവംബർ ആയിരുന്നു എൻ്റെ ബർത്ത്ഡേ. അപ്പം ഞാൻ ഒക്ടോബറിലാണ് വണ്ടി, സെപ്റ്റംബറിലാണ് വണ്ടി ബുക്ക് ചെയ്യുന്നത്. 10,000 ആയിരുന്നു നമ്മുടെ ബുക്കിംഗ് എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നവംബർ 20 എനിക്ക് വണ്ടി കിട്ടണമെന്നായിരുന്നു അവരെഴുതി തന്നതും അങ്ങനെയാണ് റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമിൽ നിന്ന്. അപ്പോൾ അത് കഴിഞ്ഞതുകൊണ്ട് ഞാനൊരു മെയിൽ അയച്ചപ്പോൾ എനിക്കൊരു വർഷം ഫ്രീ കോമ്പൻസേഷനായിട്ട് ഒരു ഗിഫ്റ്റ് പോലെ അവർ വാറണ്ടി തന്നു. അതിൽ ഞാൻ ഹാപ്പിയാണ്. നമുക്ക് എപ്പോഴും വാറണ്ടിയിൽ കോംപ്രമൈസ് ചെയ്യാറില്ല ഞാൻ ശരിക്കും. നമുക്ക് AMC ആണെങ്കിലും കാറിനൊക്കെ ആണെങ്കിലും ബൈക്കിന് നമ്മൾ എടുക്കുന്നുണ്ട്. അതുമ്പോൾ നമുക്കൊരു ധൈര്യമാണ്. എന്തെങ്കിലും പറ്റിയാൽ നമുക്ക്
അതിൽ ക്ലെയിം ചെയ്താൽ മതിയല്ലോ. പിന്നെ ഇതൊക്കെ വെച്ചേക്കുന്നു സീറ്റ്. ഇതൊരു ക്രാഷ് എന്താ നമ്മുടെ ബാക്ക് കാരിയർ വിത്ത് ബാക്ക് റെസ്റ്റ് ആണ്. നമുക്ക് ഇന്റർസെപ്റ്ററിന് നമ്മൾ ഇത് രണ്ടും ഒരു പീസ് ആണല്ലേ? ഒറ്റ പീസിൽ തന്നെ വരുന്നത്. ഇത് നമുക്ക് ഊരി മാറ്റാം. റോയൽ എൻഫീൽഡിന്റെ പ്രൊഡക്റ്റ് ആണോ? ഇത് ലെജൻഡറി കസ്റ്റം എന്ന് പറഞ്ഞിട്ട് ബാൻഡോസിന്റെ തന്നെ ബാൻഡോസിന്റെ ഒരു സൈഡ് പ്രോഡക്റ്റ് കമ്പനിയാണ് ലെജൻഡറി കസ്റ്റം എന്ന് പറഞ്ഞിട്ട്. അവരുടെ തന്നെ ഒരു മൊബൈൽ ഹോൾഡർ വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ അത് ഊരി വെച്ചേക്കും. ഇപ്പം അത് നമുക്ക് ആവശ്യമുള്ള മാത്രം വെക്കാം. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ അത് ആർക്കെങ്കിലും ഊരി കൊണ്ടുപോകാൻ പറ്റും. ഇത് ബാക്ക് റെസ്റ്റ് വിത്ത് ബാക്ക് കാരിയർ. നല്ല അത്യാവശ്യം നല്ല വെയിറ്റ് ഇതാകും. മെറ്റൽ പീസാണ്. പിന്നെ ഇത് ബാക്ക് റെസ്റ്റ് വരുന്നുണ്ട്. നമുക്ക് ഇന്റർസെപ്റ്ററിൽ ഇച്ചിരി പവർ കൂടുതലായതുകൊണ്ട് പെട്ടെന്ന് പിന്നിലുണ്ടെങ്കിൽ പുറകെ ഇരിക്കുന്ന ആൾക്ക് പെട്ടെന്ന് ബാക്കിലോട്ട് പോയിട്ട് അപ്പനൊക്കെയാണല്ലോ ഇരുന്ന സമയത്തൊക്കെ ബാക്കിലോട്ടൊക്കെ പോയി പെട്ടെന്ന് വീഴുന്ന പേടിയൊക്കെ തോന്നിയിട്ടുള്ള സമയം ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് എന്തായാലും മസ്റ്റായിട്ട് ആദ്യം തൊട്ടേ വെക്കണമെന്ന് വെച്ചിരുന്നൊരു സാധനം ഈ റീസെൻ്റ്ലി ആണ് ഇത് വെച്ചത്. ബാക്ക് റെസ്റ്റ് വെച്ചതല്ലേ? പിന്നീട് ചെയ്തത് നമ്മുടെ ഫ്രണ്ട് ലിവർ പ്രൊട്ടക്ടർ വെച്ച്. അത് എത്രത്തോളം അതിന് പ്രൊട്ടക്ടർ ഉണ്ടാകുമെന്ന് അറിയത്തില്ല. എന്നാലും അവർ കളർ കണ്ടപ്പോൾ എനിക്ക് റെഡും ബ്ലാക്കും, റെഡ് എന്റെ ഫേവറേറ്റ് കളറാണ്. അപ്പൊ റെഡും ബ്ലാക്കും ആണ് വണ്ടിയും, എന്റെ ജാക്കറ്റും റെഡും ബ്ലാക്കും ആണ്, ഹെൽമെറ്റും റെഡും ബ്ലാക്കും ആണ്. അപ്പൊ ഞാൻ ഈ കളർ കണ്ടപ്പോൾ ഇതും വെച്ചേക്കാന്ന് വിചാരിച്ചു. അതും അങ്ങനെ വെച്ച്. പിന്നെ ക്രാഷ് ഗാർഡ് സാന എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയുടെയാണ്. അവര് ഡൽഹി ബേസ്ഡ് മുംബൈ ബേസ്ഡ് അങ്ങോട്ടാണ്. ഒരുപാട് വണ്ടികൾക്ക് സാനയുടെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഒരു പ്രശ്നം വരുന്നത് ഇങ്ങനെ ഒരു ഹാർഡ് ക്രാഷ് ഉണ്ടായാൽ ഈ കേസ് പൊട്ടിപ്പോ ഇത് തട്ടിക്കഴിഞ്ഞാൽ. പക്ഷെ ഒരു എഞ്ചിന്റെ ക്രേഷ്, പിന്നെ അതുപോലെ ശാശയ്ക്ക് കംപ്ലൈന്റ് വരും. ഷാസി ആണെങ്കിലും ബെൻഡ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ചെറിയ വീഴ്ചയൊക്കെയാണ് ഇത് താങ്ങി നിർത്തിക്കോളും. അല്ലാതുള്ള പ്രശ്നം ചെറിയ വീഴ്ച ഞാൻ കൈലാസഗിരി എന്ന് പറഞ്ഞിട്ടൊരു ഓഫ് റോഡ് ട്രാക്ക് പോയായിരുന്നു നമ്മുടെ ഇടുക്കിയിൽ. കുട്ടിക്കാനത്ത് നിന്ന് ഏലപ്പാറയൊക്കെ റൂട്ടിൽ കയറി പോകുന്ന ഒരു വഴി. അവിടെ ചെന്നപ്പോൾ ഞാൻ മഴയത്തൊന്ന് വീണായിരുന്നു. അപ്പം ക്രാഷ് കാർഡ് ഉള്ളതുകൊണ്ട് ഞാൻ സേവ് ആയി. ഒന്നും പറ്റിയിട്ടില്ല. വണ്ടിക്ക് ഒന്നും പറ്റിയിട്ടില്ല. ഇതിപ്പോ താഴെ ഇപ്പൊ നമ്മൾ മറിച്ചിടുവാണെങ്കിൽ തന്നെ ഈ സ്ലൈഡറിൽ വണ്ടി നിന്നോളും. ഈ ഹാൻഡിലോ താഴെ ഒന്നും മുട്ടത്തില്ല. അതുകൊണ്ട് ഭയങ്കര സേഫ്റ്റിയിൽ അടിപൊളിയാണ്. അവരുടെ ഇതാണെങ്കിലും ഭയങ്കര ക്വാളിറ്റിയുള്ള മെറ്റൽ പീസ് ഒക്കെ പൈപ്പൊക്കെ വരുന്നത്. ഞാനൊരു ഡോമിനാറിന്റെ ഈടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഫ്രണ്ട് ആയിരുന്നു. അവന് സാനയുടെ തന്നെ ഇതാണ്. ഇതൊരു 3500 എനിക്ക് ആയിട്ടുണ്ട്. ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട് നമ്മുടെ ആദ്യം ഒരു 500 രൂപ വാങ്ങിക്കും. പിന്നെ അവർ സാധനം അയച്ചു തരും. എന്നിട്ട് ബാക്കി പേയ്മെന്റ് നമ്മൾ ചെയ്യും. പിന്നെ എന്ത് പാർട്ട് വേണമെങ്കിലും അവര് അതായിട്ട് നമുക്ക് അയച്ചു തരും. ഇപ്പൊ സ്ലൈഡർ നമ്മളിപ്പോൾ താഴെ വീണത് ഇപ്പം ഇങ്ങനെ ചെത്തിപ്പോകുന്ന ഒരു അവസ്ഥയൊക്കെ വരുമല്ലോ. അങ്ങനെയുള്ളതിനാണ് സ്ലൈഡർ മാത്രമായിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും. അവരുടെ കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ മാത്രമായിട്ട് മേടിക്കാൻ കിട്ടും. പിന്നെ ഇപ്പോൾ ഏതെങ്കിലും ഒരു സൈഡ് മാത്രം പോയെങ്കിൽ അതും അവർ നമുക്ക് അയച്ചു തരും. പിന്നെ എന്താ അടുത്തതായിട്ട് ഇപ്പം മൈലേജിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ, മൈലേജ് ട്വിൻ സിലിണ്ടർ ഒക്കെ ആയതുകൊണ്ട് മൈലേജ് നോക്കുന്നില്ലായിരിക്കാം. എങ്കിലും ഫ്യൂൽ എക്കണോമി നോക്കുമ്പം ഒരു 30 ഒക്കെ കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് വാൽപ്പാറയിലൊക്കെ പോയപ്പോൾ അത്രയ്ക്ക് മൈലേജ് ഉണ്ടായിരുന്നു. നല്ല റോഡിൽ ഫുൾ ടാങ്ക് അടിച്ച് പോയി. നമ്മുടെ ആലുവയിൽ നിന്ന് ഫുൾ ടാങ്ക് അടിച്ച് പോയിട്ട് തിരിച്ച് നമ്മൾ തൃശ്ശൂരൊക്കെ ആയപ്പോഴാണ് 500 രൂപയ്ക്കൂടെ അടിക്കേണ്ടി വന്നത്. അപ്പം ഒരു എനിക്ക് ആക്യുറേറ്റ് അറിയില്ല, എന്നാലും ഒരു 30-നടുത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. അത് വലിയ മോശമല്ല, നല്ല മോശമല്ല, നല്ല മൈലേജ്, സന്തോഷം. പിന്നെ ഇതിൽ പറയാനുള്ളത്, എൻ്റെ അടുത്ത് ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ റീൽസ് ഒക്കെ ഇടുമ്പം കുറെ പിള്ളേർ മെസ്സേജ് അയക്കും, ഇപ്പോൾ വണ്ടിയിൽ വൊബ്ലിംഗ് ഇഷ്യൂ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പം എനിക്ക് ഇതുവരെ വൊബ്ലിംഗ് ഇഷ്യൂ തോന്നിയിട്ടില്ല. പക്ഷെ മോസ്റ്റ് പ്രോബബ്ലി എല്ലാ വണ്ടിക്കും, അതായത് എല്ലാ ഇന്റർസെപ്റ്ററിനും നല്ല വൊബ്ലിംഗ് ഉണ്ട്. നമ്മൾ കൈ രണ്ടും വിട്ട് കഴിഞ്ഞാൽ വണ്ടി നല്ലതായിട്ട് വെട്ടിപ്പോവും. പക്ഷെ ഞാൻ ചെയ്യുന്നത് ടയർ പ്രഷർ കറക്റ്റായിട്ട് നോക്കും. പിന്നെ ഫ്രണ്ടിൽ നമ്മൾ ഫോർക്കൊക്കെ കറക്റ്റ് ആണ്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഓയിലിൻ്റെ ഒക്കെ കാര്യങ്ങൾ നോക്കിയോണ്ട് ഇതുവരെ എനിക്ക് വണ്ടിക്ക് അങ്ങനെ വൊബ്ലിംഗ് ഇഷ്യൂസ് ഒന്നും തോന്നിയിട്ടില്ല. ടയർ പ്രഷർ ശരിക്കും വീക്ക്ലി ചെക്ക് ചെയ്യണമെന്നാണ് ശരിക്കും പറയുന്നത്. പക്ഷെ എത്ര പേര്, ഇപ്പം ഞാൻ ഉൾപ്പെടെ, ഞാൻ വീക്ക്ലി ഒന്നും ഞാൻ ചെയ്യാറില്ല ശരിക്കും. വീക്ക്ലി റൈഡ് ഉള്ളതുകൊണ്ട് ചുമ്മാ പോകുമ്പോൾ 20 രൂപയുടെ കാര്യമുള്ള നൈട്രജനാണ് ഞാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കും, അപ് ടു ഡേറ്റ് ആണോ നോക്കും. കുറവാണെങ്കിൽ കുറഞ്ഞെന്ന് പറയാം, അവർ പറയില്ല, അപ്പം നമുക്ക് അറിയാൻ പറ്റും. വീക്കെൻഡിലാണ് റൈഡ് കൂടുതലും പോകുന്നത്. നേരെ പെട്രോൾ ഇവിടെ SR പമ്പിൽ അടിക്കുന്നത്. SRന്റെ മാത്രം ഞാനിപ്പം ഇതിൽ അടിച്ചിട്ടുള്ളൂ. വാൽപ്പാറ പോയ ടൈമിലാണ് HP നിന്നും ഇന്ത്യൻ ഓയിലിൽ നിന്നൊക്കെ അടിക്കേണ്ടത്. ബാക്കി എല്ലായിടത്തും 9 അല്ലെങ്കിൽ SR ആണ് കൂടുതലും അടിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെയാണ്. ഇതിന്റെ ബാക്ക് ടയർ ഏകദേശം തീരാറായി. ഇപ്പം ഈ ഒരു വാൽപ്പാറ ട്രിപ്പ് കൂടെ കഴിഞ്ഞ് വന്നപ്പോഴത്തേന് ഏകദേശം തീർന്നു. ഇതിന് 500 കിലോമീറ്റർ ഓടുമായിരിക്കും. 5000 മൈലേജ് ഉള്ളൂ, 5000 ടയറിനുള്ളൂ. പിന്നെ മാക്സിമം 7000 ആണ് കിട്ടിയവരൊക്കെ. ഞാൻ ചോദിച്ചിട്ടുള്ളവരെല്ലാം പറഞ്ഞു 4000 മാറിയിട്ടുള്ളവരുണ്ട്, 3000 മാറിയുള്ളവരുള്ളവരുണ്ട്. അപ്പം നമ്മുടെ KTM 390ക്കും ആ ഒരു പവറും ബ്രേക്കിംഗ് എല്ലാം ബ്രേക്കിംഗ് അടിപൊളിയാണ്. ഫ്രണ്ട് ബ്രേക്ക് ഒരു രക്ഷയില്ലാത്ത ബ്രേക്കാണ്. പക്ഷെ ബാക്ക് അത്രയ്ക്ക് അടിപൊളിയല്ല. ബാക്ക് പക്ഷെ ഞാൻ ഫ്രണ്ട് മാത്രമേ പിടിക്കാറുള്ളൂ. ഫ്രണ്ട് മാത്രം കൊണ്ട് നിർത്താൻ പറ്റും. പിന്നെ ബാക്കും
ABS ഉള്ളതുകൊണ്ട് ഒരു പ്രശ്നമില്ല. ഞാൻ ABS നോൺ ABS ഉള്ള വണ്ടിയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ഈ ലോങ് റൈഡൊക്കെ ഉള്ളപ്പം പേടിയായിരുന്നു. സ്പീഡിൽ പോകുമ്പോൾ നമുക്ക് ബ്രേക്ക് ചെയ്യാനാണെങ്കിലും ഭയങ്കര പേടിയാണ്. അതുകൊണ്ടാണ് കറക്റ്റായിട്ട് മാറാൻ ABS നോക്കി മാത്രമാണ് ഞാൻ പുതിയൊരു വണ്ടിയിലോട്ട് അപ്ഗ്രേഡ് ചെയ്തത്. ഇപ്പോൾ പിന്നെ ABS മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട്. മാൻഡേറ്ററി സ്പ്ലെൻഡറിന് വരെ ABS ഉള്ള കാര്യമാണ്. അതെ, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പിന്നെ കുറച്ച് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഇപ്പം എന്തെങ്കിലും ക്രാഷ് ഒക്കെ ഉണ്ടായ ഇത് സ്കാൻ ചെയ്ത് നമ്മുടെ മെഡിക്കൽ ഐഡിയും പാരന്റ്സിന്റെ നമ്പറും ഒക്കെ കിട്ടും. അത് വരും. പിന്നെ ബ്ലഡ് ഗ്രൂപ്പ് അതെല്ലാം ഉണ്ട്. പിന്നെ അങ്ങനെയൊക്കെ തന്നെ. വേറൊന്നും ചെയ്തിട്ടില്ല. ഇനിയിപ്പം ചെയ്യാൻ പ്ലാൻ ഉള്ളത് ഒരു ഹാൻഡിൽ റേസറും പിന്നെ ഒരു സാഡിൽ സ്റ്റേ ഉണ്ട് വെക്കാനായിട്ടുള്ള പ്ലാനുണ്ട്. അത് മാത്രമേ വണ്ടി വേറെ മോഡിഫിക്കേഷൻ ചെയ്യാനില്ല. മൊത്തത്തിൽ ഇപ്പം ഇൻ്റർസെപ്റ്റർ എടുക്കാൻ ആഗ്രഹിക്കുന്നവരോട് പറയാനുള്ള ഇപ്പം ഈ വണ്ടിക്ക് എന്തെങ്കിലും കുറവുകളുണ്ടോ, അല്ലെങ്കിൽ എന്താണ് പോരായ്മകളായിട്ട് തോന്നിയിട്ടുള്ളത്, അങ്ങനെ എന്തെങ്കിലും പറയാനായിട്ട് ഉണ്ടോ? ഇപ്പം പുതിയതായിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നവർ, പുതിയതായിട്ട് എടുക്കാൻ പോകുന്നവരുടെ അടുത്ത് പറയാനുള്ളതാണെങ്കിൽ നിങ്ങൾ എന്തായാലും വർത്താണ് വണ്ടി എടുക്കുന്ന. നമ്മൾ ആഗ്രഹിച്ചെടുക്കുക, വണ്ടി നല്ലതായിട്ട് നീറ്റായിട്ട് നോക്കുക. ഇപ്പം ഓരോ 500 കിലോമീറ്ററിൽ നമ്മളെല്ലാവരും പറയും ലൂബ് ചെയ്യണമെന്ന്, പക്ഷെ ആരും ചെയ്യത്തില്ല. കറക്റ്റ് ടൈമിൽ ലൂബ് ചെയ്യുക, പിന്നെ വണ്ടി നല്ലതായിട്ട് വാഷൊക്കെ ചെയ്ത് കുട്ടപ്പനായിട്ട് കൊണ്ട് നടത്തുക, അത്രയേ ഉള്ളൂ. വേറെ അങ്ങനെ വലിയ സൂപ്പർ ബൈക്ക് കൊണ്ട് നടക്കുന്ന പോലെ വലിയ മെയിൻ്റെനൻസ് ഒന്നും ഇതിനില്ല. ഇപ്പൊ ഞാൻ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞ പിന്നെ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഈ ട്വിൻ സിലിണ്ടർ ആണ് ഒരു സൂപ്പർ ബൈക്ക് കാറ്റഗറി 600cc സൂപ്പർ ബൈക്ക് നോക്കുക പ്ലസ് വരുന്നു. അപ്പൊ അതുകൊണ്ട് മെയിൻ്റെനൻസ് കോസ്റ്റ് ഭാരമായിരിക്കും എന്നൊക്കെ ഉള്ള ഒരു ഇതാണ്. മെയിൻ്റെനൻസ് കോസ്റ്റ് ഓക്കെയാണ്. സെക്കൻഡ് സർവീസിന്റെ വില അവർ പറഞ്ഞിട്ടുണ്ടോ? സെക്കൻഡ് സർവീസിന്റെ വില ഒരു 500 താഴെ നിൽക്കും സർവീസ് കോസ്റ്റ് പറയുന്നത്. അതിന് ഓയിൽ ചേഞ്ച് ഒന്നുമില്ല. തേർഡ് സർവീസിൽ 10,000 കിലോമീറ്ററിലാണ് അതിന് ഒരു 5000 റേഞ്ച് ആകുമായിരിക്കും അല്ലേ? അത് കറക്റ്റ് 3500-4000 താഴെ പറയുന്നത്. 5000 ഒന്നും ആകത്തില്ല, ഇതുവരെ ആയിട്ടില്ല. അപ്പം നോർമലി ഒരു ബുള്ളറ്റ് ഇപ്പം ആദ്യമൊക്കെ ഹിമാലയൻ ഇറങ്ങിയ സമയത്ത് കംപ്ലൈന്റുകളായിരുന്നു. റോയൽ എൻഫീൽഡ് ഇപ്പൊ അടിപൊളിയാണ് സത്യം പറഞ്ഞാൽ. ഞാൻ ഈ റീസെന്റ് എനിക്ക് സ്ക്രാം ഷോറൂമിൽ വന്നിട്ടുണ്ടായി. ഞാൻ കൈലാസേരി പോയപ്പോൾ സ്ക്രാം യൂസ് ചെയ്തായിരുന്നു. പിന്നെ ക്ലാസിക് 350 ആണെങ്കിലും എഞ്ചിൻ മാറി ഭയങ്കര അടിപൊളി റീബോൺ ആയി. ഇപ്പൊ ഹിമാലയൻ പുതിയ വണ്ടി ഇറങ്ങുക. ഹിമാലയൻ ഇപ്പൊ സ്റ്റോപ്പ് ചെയ്യുക, 411 സ്റ്റോപ്പ് ചെയ്തിട്ട് 450 വരിക. പിന്നെ അത് കഴിഞ്ഞിട്ടൊരു സ്റ്റാൻഡേർഡിന് തൊട്ട് താഴെ സ്റ്റാൻഡേർഡിനെക്കാളും വില കുറഞ്ഞ് പുതിയൊരു വണ്ടി വരുന്നുണ്ട്. അണ്ടർ 350 വരുന്നുണ്ട്. അതൊരു സ്ക്രാം മോഡൽ തന്നെയാണ്. സ്റ്റാൻഡേർഡിനെക്കാളും വില കുറവാണ്, പക്ഷെ അതിന് നല്ല ഫീച്ചേഴ്സ് ഉണ്ട്. 1.5 lakhs റേഞ്ചിലൊക്കെ അങ്ങനെയാണ് സ്റ്റാൻഡേർഡിലും വില താഴെയാണ്. അത് ആയിരിക്കും അവരുടെ സ്റ്റാർട്ടിംഗ് കാറ്റഗറി എന്ന് പറയുന്നത്. അതിപ്പോൾ റീസെൻ്റ്ലി ഷോറൂമിൽ നിന്ന് അറിഞ്ഞൊരു വിവരം. പിന്നെ വരാനുള്ളൊരു 650 മെറ്റിയോർ 650 അങ്ങനെ എന്തോ ഒരു വണ്ടി വരുന്നത്. ഇപ്പൊ റോയൽ എൻഫീൽഡ് നല്ല വണ്ടികൾ കാരണം പിടിച്ച് നിൽക്കണമെങ്കിൽ പല ബ്രാൻഡ്സും ഇപ്പം ജാവ വന്നു, SD അങ്ങനെ കുറെ പേര് ഇങ്ങനത്തെ ക്രൂസർ ബൈക്സ് ഇപ്പം ഹൈനസ് വരുന്നു. പിന്നെ ബെൻലി ഒക്കെ ഓരോ വണ്ടികളുണ്ട്. അതിന്റെ ഷോറൂം ഒന്നും എല്ലായിടത്തും ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ കുറെ പേര് അങ്ങനെ പോകും. അപ്പൊ അവർക്ക് നല്ല മോഡൽസ് ഇറക്കിയാൽ മാത്രമേ. റോയൽ എൻഫീൽഡിന് എപ്പോഴും ഒരു യൂണീക്ക് ഉണ്ട്. എപ്പോഴും ഒരു കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ, അത് എന്തായാലും അവർക്ക് അത് കീപ്പ് ചെയ്ത് പോകാൻ പറ്റും. അവര് ഇടയ്ക്കൊന്ന് മോശമായിരുന്നു. അത് ഈ പുതിയ മോഡൽസ് ഇറക്കി ഇല്ലായിരുന്നെങ്കിൽ ഇത് താഴെ പോയാണ് ഉറപ്പായിട്ടും. അവര് കറക്റ്റ് ടൈമിൽ അപ്ഗ്രേഡ് ചെയ്തു വന്നു. ഹൈനസ് ഒക്കെ വന്നപ്പോഴത്തേന് അവർക്ക് പിടിച്ചു. അതെ, ഹൈനസ് വലിയൊരു പോരാളി തന്നെയാണ്. ഹൈനസ് നല്ലൊരു പോരാളി. എന്റെ ഒരു ഫ്രണ്ട് റീസെന്റ് എടുത്തായിരുന്നു. നല്ല അഭിപ്രായമാണ്, എല്ലാവരും നല്ല അഭിപ്രായം തന്നെയാണ് പറയുന്നത്. 350യേക്കാളും ബെറ്റർ ആണ് പഴയ 350. പുതിയ 350 ഞാൻ അങ്ങനെ ലോങ്ങിൽ ഓടിച്ചിട്ടില്ല. ഈ ഹൈനസ് ഞാൻ എറണാകുളത്തു നിന്ന് എടുത്തത്. ഞങ്ങള് ഹോണ്ട ബിഗ് വിങ് ആലുവന്ന് എടുത്തത്. ബിഗ് വിങ്ങിലേ ഉള്ളൂ, അതാണ് പ്രശ്നം. ഇപ്പൊ പത്തനംതിട്ട നമ്മുടെ ബിഗ് വിങ് ഓപ്പോസിറ്റ് വരുന്നത്. നമ്മുടെ അറിയാവുന്ന കുറച്ച് ചേട്ടന്മാരൊക്കെ അവിടെ കയറിയിട്ടുണ്ട്. എല്ലാരും പറഞ്ഞിട്ടുണ്ട് നല്ല വണ്ടികൾ വരുന്നുണ്ട് ഹോണ്ടയിൽ. അങ്ങനെയാണ് ഇന്റർസെപ്റ്ററിന്റെ കാര്യങ്ങളൊക്കെ. നമുക്ക് എപ്പോഴും ഇപ്പൊ ഞാൻ ഡെയിലി യൂസ് ആണ്. ഇപ്പൊ രാവിലെ ഞാൻ ജിമ്മിൽ പോവും, കൊണ്ടുവെക്കും. പിന്നെ ഇപ്പൊ അടുത്ത എവിടെയെങ്കിലും എന്തെങ്കിലും ഫ്രണ്ട്സിന്റെ അടുത്ത് പോകും, വരും. അങ്ങനെയൊക്കെ ലോക്കൽ യൂസ് മാത്രമേ ഉള്ളൂ ഇപ്പൊ ഇവിടെ. ലോങ് റൈഡ്സ് ആണ് കൂടുതൽ ഇതിൽ ചെയ്യുന്നത്. പിന്നെ ഫാമിലിയുടെ കാറിനായിരിക്കും പോകുന്നത് എപ്പോഴും. അതായിരിക്കും എപ്പോഴും പോകുന്നത്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇന്റർസെപ്റ്റർ 650യെ പറ്റി പറയാനായിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഈ വണ്ടിയെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ അഭിഷേകിൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കയറി നോക്കുക. നല്ല അടിപൊളി ട്രാവൽ വീഡിയോസും കുറേ വാഹന സംബന്ധമായ വീഡിയോകൾ എല്ലാം അതിൽ വന്നിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മാൻ, അപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.